ഗായ്സ്. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കണേ. സോ എപ്പോഴും നമ്മൾ പിടിക്കുന്ന റെസിപ്പി തന്നെയാണ്, അച്ചാർ തന്നെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. സോ ഇന്നത്തെ നമ്മുടെ ഏതാണെന്നല്ലേ അച്ചാർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഓണിയൻ പീക്കൽ അല്ലെങ്കിൽ സവാള അച്ചാർ. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ്. നമുക്കിത് 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത്സ് ഒക്കെ വെക്കാം കേട്ടോ. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഇത് ഇന്ന് തന്നെ തീരും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ ഇത്. വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സവാള അച്ചാർ പിടിച്ചത് കേട്ടോ. പിന്നെ എന്താ പറയുക, എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, പാനിലേക്ക് ഇടുക, നേരത്തെ കണ്ട പോലെ അല്ലേ. പിന്നെ ഇതിലെല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് കട്ടക്കായാണ് കേട്ടോ. അത് നമ്മൾ പൊടിയല്ല യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് കട്ടക്കായും ഇട്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇഞ്ചി അച്ചാറിൽ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തത്. പിന്നെ നമ്മൾ സോൾട്ടും കൂടി ഇട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ മിക്സാക്കി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഓണിയൻസൊക്കെ നല്ല രീതിക്ക് ഒന്ന് ബ്രൗണിഷ് ആൻഡ് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഞങ്ങളിവിടെ യൂസ് ചെയ്യേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ ചില്ലി പൗഡറാണ്. അതുകൊണ്ട് കുറച്ചധികം സ്പൈസിയാണ് കേട്ടോ. ഐ തോട്ട് ചില്ലി പൗഡർ കാശ്മീരി എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. പിന്നെ ഇത് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കുക. കുറച്ചധികം നേരം വേണം ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ. അപ്പോഴത്തേക്കും നമ്മൾ ഈ സാധനമൊക്കെ നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടാകും. ഇനി നമ്മൾ ഇതിലേക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക. അതും ആഡ് ചെയ്ത് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് മിക്സാക്കാൻ കുറച്ച് നേരം പിടിക്കും കേട്ടോ. കുറച്ച് കഷ്ടപ്പാടാണ് ഗൈസ്. നമ്മൾ ഫ്ലെയിമൊക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ശർക്കര പാനിയും 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ആ ഒരു സ്പൈസിനകത്ത് നിന്ന് കുറച്ച് കുറയാൻ വേണ്ടിയിട്ടും പിന്നെ ആ ഒരു മധുരം ലഭിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ 2x സ്പീഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊരു വേറെ ബൗളിലേക്കും കൂടി മാറ്റി കൊടുത്താൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. യൂസ്ഫുൾ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.